ഒന്നും പറയണ്ട ഫ്രണ്ട്സ്, ഇവർ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കൊളാക്കി. അപ്പോൾ ഞാൻ ഒന്നും കൂടി ചിക്കനൊക്കെ വറുത്തോണ്ടിരിക്കുകയാണ് രണ്ടാമത്. നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മണ്ടയിൽ കനലിട്ട് വെച്ചാണ് ബിരിയാണി. ഉള്ളി വഴട്ടി റെഡിയാക്കി ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി തക്കാളി ഇടുകയാണ്. നമ്മൾ മുളക് പൊടി ഇട്ട് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് മഞ്ഞപ്പൊടി നമ്മൾ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ട് പിന്നെന്താ പോലെ എന്താക്കിയിട്ടുണ്ട് ഗ്രേവി ആയിട്ടുണ്ട്. അത്യാവശ്യം ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ആക്കിയ നല്ല പേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ എന്താ സംഭവം എന്നറിയില്ല, കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ തൈര് ഒഴിക്കാൻ പോവാണ്. കുറച്ച് കട്ടയായിട്ടുള്ള തൈരാണ്, എന്നാൽ നമുക്ക് ആ ഒരു അതിനനുസരിച്ച് ഗ്രേവി ആയിട്ട് കിട്ടുള്ളൂ. വറുത്ത് വെച്ച ചിക്കൻ ഇടാൻ പോവാണ് അതിനകത്തേക്ക്. ഇനി നമുക്ക് ചിക്കൻ ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം വെക്കണം. നല്ലപോലെ ചിക്കനിലേക്ക് ഇത് പിടിക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ ആ ചിക്കനിലേക്ക് ആ ഗ്രേവിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പിടിക്കുള്ളൂ. ഇനിയിപ്പോൾ നമ്മളിതാ ഈ വറുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ഉള്ളി കാര്യങ്ങളൊക്കെ ഈ ചോറിൻ്റെ മണ്ടയിലേക്ക് ഇടുകയാണ്. പക്ഷേ റൈസിൽ എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ, ഇതിപ്പോൾ മറ്റേ പച്ചരി പോലെയാണ് ഉള്ളത്. മല്ലിച്ചപ്പും പുതിനയും ഇടുകയാണ്. ഇപ്പോൾ തന്നെ നല്ല പച്ച കളർ, പച്ച ചുമപ്പ് വെള്ള ബിരിയാണിയായി. നമുക്ക് കുറച്ച് കഴിക്കാം. അത് നമുക്ക് കുറച്ച് ചോറ് നോക്കാം. കുഴപ്പമില്ല, റൈസിൻ്റെ ഒരു ചെറിയ വ്യത്യാസം. പിന്നെ പീസിലേക്ക് നമുക്ക് എടുക്കാം. ഇതാ പീസ് ഒരു ബിരിയാണി ടേസ്റ്റിൽ കറക്റ്റായിട്ടുണ്ട്. ചെറുതായിട്ട് വീണ്ടും പണി റോസ് പാട്ട് ഒഴിച്ചില്ല.